സാഹിത്യകാരൻ എൻ.എസ്. മാധവന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് LDF അധികാരം നിലനിർത്തുമെന്നാണ് എൻ.എസ്. മാധവൻ പറയുന്നത്. ഈ പോസ്റ്റ് വ്യാപകമായി LDF അവരുടെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് മാധവന്റെ പ്രവചനത്തിന് ഏറെ ശ്രദ്ധ കിട്ടുന്നുവെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം മാത്രമാണുള്ളത്. ചക്ക വീണ് മുയല് ചത്തതുപോലെ 2021 മാധവന്റെ പ്രവചനം സത്യമായി ഭവിച്ചിരുന്നു. LDF 80 സീറ്റുകൾ നേടി അധികാരത്തിലെത്തുമെന്നായിരുന്നു പ്രവചനം. UDF 59 സീറ്റുകളും 2020 ഒരു സീറ്റും നേടുമെന്നായിരുന്നു അന്ന് പ്രവചിച്ചത്. BJPക്ക് സീറ്റുകൾ ഒന്നും ലഭിക്കില്ലെന്നും പ്രവചിച്ചിരുന്നു. ഇതിൽ BJP സംപൂജ്യരാകുമെന്നത് മാത്രമാണ് കൃത്യമായി ഭവിച്ചത്. 2020 ജയിക്കുമെന്നാണ് മാധവൻ 2021 പറഞ്ഞത്. എന്നിട്ട് എന്തായി? 2020ക്ക് ഒരു സീറ്റ് പോലും ലഭിച്ചില്ല. ശക്തമായ LDF തരംഗം ആഞ്ഞടിച്ച തെരഞ്ഞെടുപ്പിൽ മാധവൻ പറഞ്ഞതിനേക്കാൾ 19 സീറ്റുകൾ അധികം പിടിച്ച് LDF കരുത്തുകാട്ടി. രണ്ടാം തവണയും LDF അധികാരം പിടിക്കുമെന്ന് അന്ന് കോൺഗ്രസുകാർക്ക് പോലും വ്യക്തമായി അറിയാമായിരുന്നു. അതിന്റെ ബലത്തിൽ എൻ.എസ്. മാധവന്റെ 2021 പ്രവചനം കാര്യമായി ഏശിയില്ലെന്നത് കണക്കുകൾ നോക്കുമ്പോൾ മനസ്സിലാകും. അതുകൊണ്ട് തന്നെ മാധവന്റെ പ്രവചനത്തിന് വലിയ വാർത്താ പ്രാധാന്യം നൽകേണ്ട കാര്യമൊന്നുമില്ല എന്നും പറയേണ്ടി വരും. അദ്ദേഹത്തിന്റെ പ്രവചനം കാണുമ്പോൾ സത്യത്തിൽ ചിരിയാണ് വരുന്നത്. അത് എത്രമാത്രം അപ്രായോഗികമാണെന്ന് കോട്ടയം ജില്ലയിലെ പ്രവചനം നോക്കിയാൽ മാത്രം മനസ്സിലാകും. അതിലേക്ക് വരും മുൻപ് മാധവന്റെ പ്രവചനം നമുക്കൊന്ന് പരിശോധിക്കാം. LDFന് 75 സീറ്റും UDFന് 65 സീറ്റുകളുമാണ് അദ്ദേഹം പ്രവചിച്ചിട്ടുള്ളത്. ഇരു മുന്നണികൾക്കും ജില്ല തിരിച്ച് ലഭിച്ചേക്കാവുന്ന സീറ്റുകളും ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച കുറിപ്പിൽ അദ്ദേഹം ചേർത്തിട്ടുണ്ട്. 29-ാം തീയതി പശ്ചിമ ബംഗാളിന്റെ രണ്ടാം ഘട്ട പോളിംഗിന് ശേഷം എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തെത്തും. അതിനു മുൻപ് പ്രവചനങ്ങൾ പങ്കുവയ്ക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് എൻ.എസ്. മാധവൻ ഫലം പറയുന്നത്. കാസർഗോഡ് LDF 3, UDF 2, കണ്ണൂർ LDF 8, UDF 3, വയനാട് LDF 0, UDF 3, കോഴിക്കോട് LDF 6, UDF 7, മലപ്പുറം LDF 1, UDF 15, പാലക്കാട് LDF 9, UDF 3, തൃശൂർ LDF 11, UDF 2, എറണാകുളം LDF 3, UDF 11, ഇടുക്കി LDF 2, UDF 3, കോട്ടയം LDF 5, UDF 4, ആലപ്പുഴ LDF 4, UDF 5, പത്തനംതിട്ട LDF 4, UDF 1, കൊല്ലം LDF 7, UDF 4, തിരുവനന്തപുരം LDF 12, UDF 2 എന്നിങ്ങനെയാണ് എൻ.എസ്. മാധവന്റെ കണക്ക്. ഇതിൽ കോട്ടയം ജില്ലയുടെ പ്രവചനം കേൾക്കുമ്പോൾ CPMകാർ പോലും അന്തം വിടും. കാരണം ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF തകർന്നടിയുമെന്ന് അവർ പോലും പ്രവചിക്കുന്ന ജില്ലയാണ് കോട്ടയം. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാത്രം ജില്ലയുടെ ആകെ കണക്ക് നോക്കുമ്പോൾ UDFന് 65,654 വോട്ടിന്റെ മേൽക്കൈയുണ്ട്. ജില്ലാ പഞ്ചായത്തിലും 6 നഗരസഭകളിലുമായി പോൾ ചെയ്ത വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മുന്നണികളുടെ വോട്ട് നില കണ്ടെത്തിയത്. ജില്ലാ പഞ്ചായത്തിൽ UDFന്റെ ലീഡ് 60,154 വോട്ടാണ്. നഗരസഭകളിൽ 5,500 വോട്ടിന്റെ ലീഡും UDFനുണ്ട്. പാലാ നഗരസഭയിൽ മാത്രമാണ് വോട്ട് കണക്കിൽ LDFന് നേരിയ ലീഡ് ലഭിച്ചത്. വൈക്കത്ത് ഒപ്പത്തിനൊപ്പവും മറ്റു 4ഇടത്ത് UDFുമാണ് മുന്നിലെത്തിയിരിക്കുന്നത്. കോട്ടയം ജില്ലയിലെ 6 നഗരസഭകളിലായി UDF 67,345 വോട്ടും LDF 61,845 വോട്ടുമുണ്ട്. NDAക്ക് 26,439 വോട്ടും ലഭിക്കുന്നുണ്ട്. എൻ.എസ്. മാധവൻ ഏതോ ദിവാസ്വപ്നം കണ്ടിരുന്നപ്പോൾ ഒറ്റ തള്ളു നടത്തിയതാണെന്ന് ഈ സർവേക്ക് രൂപം നൽകിയതെന്ന് UDF നേതാക്കൾ തന്നെ പറയുന്നുണ്ട്. ഇതിൽ കോട്ടയത്തെ മാത്രം കാര്യം പറയാം. കോട്ടയത്ത് 4 സീറ്റ് UDFന് ലഭിക്കും, 5 സീറ്റ് LDFനും ലഭിക്കുമെന്നാണ് എൻ.എസ്. മാധവൻ പറയുന്നത്. ഉറപ്പായും UDF ജയിക്കാൻ പോകുന്ന ഉറച്ച സീറ്റുകൾ പുതുപ്പള്ളി, കോട്ടയം, പൂഞ്ഞാർ, ഏറ്റുമാനൂർ, കടുത്തുരുത്തി. ഈ സീറ്റുകൾ UDF തൂക്കുമെന്ന് ഉറപ്പാണ്. ഇനി ബാക്കിയുള്ളതിൽ പാലാ, ചങ്ങനാശ്ശേരി UDFന് മേൽക്കോയ്മയുണ്ട്. ഇനി വൈക്കം, കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിൽ ടൈറ്റ് ഫൈറ്റ് ആണ് നടന്നിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ തന്നെ കോട്ടയം ജില്ലയിൽ ആകെ LDFന് സാധ്യത കാണുന്നത് വെറും 2 സീറ്റാണ്. എന്നിട്ടും മാധവന്റെ പ്രവചനത്തിൽ കോട്ടയത്ത് LDF തരംഗം തീർക്കുമെന്നാണ് അവകാശപ്പെടുന്നത്. എൻ.എസിന്റെ പ്രവചനം വസ്തുതാ വിരുദ്ധമാണെന്ന് തെളിയിക്കാൻ കോട്ടയം ജില്ലയിലെ കണക്കുകൾ മാത്രം നോക്കിയാൽ മതി. 4-ാം തീയതി കേരളത്തിൽ ഏറ്റവും അധികം പരിഹാസം ഏറ്റുവാങ്ങാൻ പോകുന്നതിനുള്ള വഴിമരുന്നാണ് എൻ.എസ്. മാധവൻ തന്റെ സ്വന്തം ചെലവിൽ തന്നെ നിർവഹിച്ചു വച്ചിരിക്കുന്നത്.